ഇവിടെ ഒരു വയസ്സായ കപ്പിൾസ് ഒരു പെണ്ണിന്റെ കണ്ണ് ചുഴിഞ്ഞെടുക്കാൻ പോകുന്നു. പക്ഷെ അപ്പോഴേക്ക് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആ ലേഡി അത് ആരാണെന്ന് നോക്കാൻ പോകുന്നു. നോക്കുമ്പോൾ ഇവളെ അന്വേഷിച്ചാണ് ഒരാൾ വന്നിരിക്കുന്നത്. ഉടനെ ഇവർ അയാളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഹസ്ബൻഡ് അയാളെ തലക്കടിച്ചു കൊല്ലുന്നു. അപ്പോഴേക്ക് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തുന്നു. അവൾ അയാളുടെ കാറിൽ കയറി ഒളിച്ചിരിക്കുന്നു. ആ രണ്ട് കപ്പിൾസും ആ കാറിനകത്ത് അയാളുടെ ബോഡി എടുത്തു വെച്ച് അത് അപകട മരണമാണെന്ന് വരുത്തുന്നതിനായി ഒരു ക്വാറിയിൽ കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കുന്നു. അവൾക്കും അപകടം പറ്റുന്നു. സത്യത്തിൽ ഇവൾ എങ്ങനെയാണ് ആ കപ്പിൾസിന്റെ കയ്യിൽ അകപ്പെട്ടതെന്ന് വെച്ചാൽ ഇവൾ തന്റെ പാരന്റ്സിന്റെ ഒപ്പം താമസിക്കാൻ ഇഷ്ടമല്ലാതെ വീട് വിട്ടിറങ്ങി ലോസ് ആഞ്ചൽസിലേക്ക് വരുന്നു. അവിടെ ഒരു ഹോം സ്റ്റേയിൽ റൂം ബുക്ക് ചെയ്യുന്നു. ആ ഹോം സ്റ്റേയുടെ ഓണേഴ്സ് ആണ് ആ വയസ്സായ കപ്പിൾസ്. അവൾക്ക് റൂമിൽ നിന്നും കിച്ചണിൽ ഇരിക്കുമ്പോൾ ഫ്ലോറിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ അത് കാര്യമാക്കുന്നില്ല. ഒരു ദിവസം അവൾ റൂമിൽ ഇരിക്കുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുന്നു. അവൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആരോ ശ്വാസം വിടുന്ന ശബ്ദം പോലെ തോന്നിയതുകൊണ്ട് അവൾ ചുവരിലെ പലക ഇളക്കി നോക്കുമ്പോൾ അവിടെ കണ്ണുകൾ തയ്ച്ച നിലയിൽ ഒരു ലേഡിയെ മറച്ചു വെച്ചിരിക്കുകയാണ്. അവൾ നിലവിളിക്കുമ്പോൾ ഹോം സ്റ്റേയിലെ ലേഡി അവിടേക്ക് വരുന്നു. അവൾ അവരെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെ കണ്ണുകൾ തയ്ച്ച നിലയിൽ വേറെ ഒത്തിരി പേരെ കാണുന്നു. അപ്പോഴേക്ക് ആ ലേഡിയുടെ ഹസ്ബൻഡ് വന്ന് അവളെ പിടിക്കുന്നു.